TN പ്രതാപനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇതാ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും പുറകോട്ട് പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിവിടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതാ കൂവി വിളിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന BJP പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുദ്രാവാക്യം വിളിക്കുകയാണ്, കൂവി വിളിക്കുകയാണ്, എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അവരുടെ കൂടി കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് BJP പ്രവർത്തകർ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇതാണ് കിറ്റ് എന്നുള്ള ചോദ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രതാപന്റെ കിറ്റ് പ്രവർത്തകർ കിടക്കുകയാണ്. ഇത്രയും നേരമായി പ്രവർത്തകരെല്ലാം തുടരുകയായിരുന്നു എന്ന് വേണം പറയാൻ. മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ അല്ലെങ്കിൽ വാടാനപ്പള്ളിയിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉരുതിരിഞ്ഞു വരികയാണ്. വോട്ടെടുപ്പിന് ജനഹിതം രേഖപ്പെടുത്താൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു പുതിയ കിറ്റ് വിവാദം രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഉദിച്ചു വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ മണലൂർ മണ്ഡലം കടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. നേരത്തെ 4000-ഓളം കിറ്റുകൾ BJP പ്രവർത്തകർ ഈ പറഞ്ഞ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചുവെന്ന ആരോപണത്തിന്മേൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ TN പ്രതാപൻ, അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയാണ് മണലൂരിലെ, TN പ്രതാപനെ അറസ്റ്റ് നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് മണലൂരിലെ രാഷ്ട്രീയ ഗോതയിൽ നിന്ന് ഈ ചർച്ച സംസ്ഥാന വ്യാപകമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യം നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പോൾ ഈ LDF-ന്റെയും UDF-ന്റെയും BJP-ന്റെയും പ്രവർത്തകർ ഒരേപോലെ മണലൂരിലെ വാടാനപ്പള്ളിയിലുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. വലിയ പോലീസ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അമൃത പടിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. അമൃത, ശരിക്കും പറഞ്ഞാൽ ഒരു കിറ്റിന്മേൽ തുടങ്ങിയ വിവാദം അത് 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. TN പ്രതാപൻ ഏറ്റവും ഒടുക്കം പ്രതികരിച്ച് ഇതിലേക്ക് ഇടപെടേണ്ട പോലീസ് RSS-നോടുള്ള വിധേയത്വം കാരണം, അല്ലെങ്കിൽ LDF-ന്റെയും BJP-ന്റെയും ഡീലിന് പുറത്ത് തന്നെ അറസ്റ്റ് നീക്കുന്ന അടക്കമുള്ള, അതായത് LDF-നെയും BJP-യും കോർ ചെയ്തുകൊണ്ടുള്ള ആരോപണം ഇതിനകം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അമൃത, അതെ, അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും പിന്നോട്ട് പോകില്ല, ഇതുമായി മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ. ഇന്നിപ്പോൾ മണലൂരിൽ ഏറ്റവും കത്തി നിൽക്കുന്നത് ഈ ഡീൽ വിവാദം തന്നെയാണ് എന്ന് ഈ കിറ്റ് വിവാദം തന്നെയാണ് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം മണിക്കൂറുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ കണ്ടു പോലീസ് വരുന്നു, കേന്ദ്രസേന വരുന്നു, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്, അതിലെന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ തുടങ്ങിയതാണ് BJP പ്രവർത്തകരുടെ പ്രതികരണമൊക്കെ തന്നെ. എന്താണ് ആ കിറ്റിനുള്ളിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ കിറ്റ് എന്നാരംഭിക്കുന്ന സാധനങ്ങൾ, ഈ കിറ്റ് അതൊക്കെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട് പോലീസ് എന്ന് വേണം പറയാൻ. ഈ പറഞ്ഞതുപോലെ ഒരു നിഷ്കളങ്കമായ ഒരു വിവാദമായിരുന്നില്ല. കാരണം പെട്ടെന്ന് ഒരു രഹസ്യവിവരം എന്ന കണക്കെയാണ് LDF UDF പ്രവർത്തകർ ആ പറഞ്ഞ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക്, അതിന്റെ ഗോഡൌണിലേക്ക് കുതിച്ചെത്തുന്നത്. ആ സമയം തന്നെ അതിന്റെ മുകളിൽ ദേവനടക്കമുള്ള BJP നേതാക്കളുണ്ട്. സ്വാഭാവികമായും എന്തിന് ഈ 4000-ഓളം കിറ്റുകൾ ആർക്ക് എത്തിക്കാൻ, എവിടേക്ക് എത്തിക്കാൻ, നേരത്തെ എത്തിച്ചെന്നടക്കമുള്ള സ്വാഭാവികം ഒരുപാട് ചോദ്യങ്ങൾ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്താണ് BJP വിശദീകരണം? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണം നേരിടുന്ന, ഇത്തരം ഒരു ആക്ഷേപം നേരിടുന്ന സ്ഥലത്ത് ദേവനടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ കൂടി എത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്താണ് BJP-യുടെ വിശദീകരണം?
ഈ ദേവന് എന്തിനിവിടെ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു തുടക്കം തൊട്ട് തന്നെ. പക്ഷെ അദ്ദേഹം ഇവിടെ ഈ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ്, വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് BJP പ്രവർത്തകർ അതുപോലെ തന്നെ അംഗങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഇവിടെ കിറ്റുകൾ നൽകാറുള്ളതാണ്. ഈ സമയത്ത് ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ സമയമായി എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. അത് ഇത്ര വലിയ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളിൽ ഈ കിറ്റ് നൽകുന്ന വിഷ്വൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതങ്ങനെ ആവുന്നില്ലല്ലോ എന്നുള്ളത് LDF-കാരും അതുപോലെ തന്നെ UDF-കാരും ഒരേ സമയം ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ആ ഒരു ഡ്രാമ, അങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് മണലൂരിൽ കാണാൻ കഴിയുന്നത്. 3 വിഭാഗങ്ങളും LDF നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ തന്നെ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു, BJP പ്രവർത്തകർ ഒരു ഭാഗത്ത് നിന്ന് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്രസേനയെ വരെ എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സംഘർഷഭരിതമായ സാഹചര്യം കഴിഞ്ഞ 3-4 മണിക്കൂറായി ഇവിടെ അങ്ങനെ തന്നെ തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സമാനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വോട്ടിന് പണമെന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന തൃശൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ മണലൂരിലെ നിയമസഭാ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിലാണ് വോട്ടിന് കിറ്റെന്ന ആരോപണം അതിശക്തമായി വരുന്നത്. ഇതിന്മേലുള്ള നടപടികൾ വേണമെന്ന് ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധിച്ച സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനടക്കം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കൊണ്ടുവരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.